നീ എനിക്ക് വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കണം. അച്ഛൻ വാശിക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. തീരെ സമ്മതിക്കുന്നില്ല. ഒരു പക്ഷേ കുറെ കഴിഞ്ഞാൽ മോനെ കൂടി കണ്ടു കഴിയുമ്പോ അച്ഛന്റെ മനസ്സ് മാറിയെന്നിരിക്കും. പക്ഷേ ഇപ്പൊ ചേട്ടനോട് എന്ത് പറയും? മറ്റുള്ളവരെ പോലെ എന്നെ കണക്കാക്കരുതെന്ന് പറയണം. എനിക്ക് പറ്റില്ല. എന്നും ഇങ്ങനെ വാക്കുമാറ്റി പറയാൻ. സാവിത്രി, 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 എന്നൊക്കെ കരയാതെ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എനിക്കൊന്നും അറിയില്ല. ഞാൻ നശിച്ചു. എഴുന്നേക്ക് സാവിത്രി, എഴുന്നേക്കാൻ, എഴുന്നേക്ക്. സമാധാനമായിരിക്കുക. ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് മകന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങാം. ഇതാ, ഇത് വെച്ചോളൂ. ഓഹോ, നഷ്ടപരിഹാരം കൊടുത്ത് പോകാൻ വന്നതാണോ? എന്റെ പെങ്ങളെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശങ്കരൻ. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? കുഞ്ഞിനെടുക്ക. ഇനി എന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല. എനിക്ക് ഈ നാട്ടിൽ തലമുക്കി നടക്കണം. സാവിത്രിക്ക് ഞാൻ ഒരു ദുഃഖവും ഉണ്ടാക്കില്ല. നിങ്ങളെപ്പോലെയുള്ള പണക്കാർ ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതല്ല. ചോരയും നീരുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ നശിപ്പിക്കും. എന്നിട്ട് തറവാടിന്റെ മാനം കാക്കാനെന്ന് പറഞ്ഞ് ഒരു നോട്ടം മരിച്ചു ചേർത്തിട്ട് പോക്കും. ആ പതിവ് ഇനി ഇവിടെ നടക്കില്ല. അച്ഛൻ ബംഗ്ലാവിലെത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അച്ഛനൊന്ന് വിശ്വസിപ്പിക്കാനെങ്കിലും. പറ്റില്ല. ഇവളെ കയ്യോടെ ഇവിടെ കൊണ്ടുപോകണം. നിർബന്ധമാണ്. ആ, എങ്കിൽ തൽക്കാലം സാധ്യമല്ല. എന്നാൽ താൻ ജീവനോടെ ഇവിടുത്തെ രക്ഷപ്പെടില്ല. എന്റെ കുഞ്ഞിന്റെയും അവന്റെ അമ്മയുടെയും കാര്യം നോക്കാൻ ആരുടെയും ശുപാർശ ആവശ്യമില്ല. സാവിത്രിയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. സാവിത്രിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് ആരുടെ ശുപാർശ എനിക്ക് ആവശ്യമില്ല. ഇല്ലെങ്കിൽ മാറണം. സാവിത്രി, മോളെ വേണ്ട. മോന് ചോറ് വേണോ? ആഹാ, ഇനി അമ്മ വരുള്ളതാ. നീ കൈ കഴുകു മോനെ. ആ മോളെ. അയ്യേ, ചീത്ത കുട്ടി. അമ്മ പറയാറില്ല മോനെ ഇങ്ങനെ ചെയ്യരുതെന്ന്. കൈ കഴുകെ. വാ മോളെ.
നല്ല കൊച്ചാണോ? ഉം? ആ വീട്ടിൽ വെള്ളടിക്കായിരുന്നു പണ്ട. വാടേ വാ. നിന്റെ പേരെന്താ പറഞ്ഞത്? ഓമിന. ആ വാ വാ. അല്ല ഇത് എവിടെ നിന്ന് കിട്ടി? വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ പോവാ. ഒയ്യോ എന്റെ പൊന്നാളിയാ, എന്റെ ഭാര്യ എന്നെ തിന്നും. വേറെ ഒന്നും കിട്ടിയില്ലേ നിന്റെ ഭാര്യക്ക് തിന്നാൻ? അവൾക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് എന്നെ ഇട്ട് വട്ട് കെട്ടുന്ന നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് വല്ല കൂലിയോ പണിയോ മറ്റോ ഉണ്ടോ? ഏതെങ്കിലും ക്ലാസ് വർക്കിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനൊരു വസൂരി പോലും വരുന്നില്ലെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരുത്തൻ പാമ്പ് കടിച്ചാലേ എനിക്കൊരു ക്ലാസ് വർക്ക് കിട്ടുള്ളൂ. ഒരു നീർക്കോലി പോലും കടിക്കുന്നില്ലെന്നുള്ളതാണ്. ആ അങ്ങനെ നീ ഉണ്ടാക്കണ്ട. ഇവക്ക് ചെലവിനുള്ളത് ഞാൻ കൊടുത്തോളാം. ഇന്നത്തേക്കുള്ള ചെലവ് എവിടെ? ഇതുള്ളൂ, രക്ഷപ്പെട്ടു. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. എവിടാ നിന്റെ ഭാര്യ വാസവദത്ത? നീ രാത്രിയിൽ എന്തോ ചെയ്യുന്നു? ദേ ഇനി രാത്രിയിൽ ഇവിടെ ഉണ്ടെന്നല്ലോ ഉണ്ടായാല് എടി നിന്നോടാ പറയുന്നത്. ഇടിച്ച് രണ്ടിനെ കഞ്ഞിനായി ഞാൻ ഇറക്കിക്കളെ. നീ ഒരാണാണോ? എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയും. അവളോട് ചോദിക്കും. എന്നെ മേത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്നെ കൊണ്ടെന്നും എന്നെ കൊണ്ട് എന്ത് കുന്താം? ദേ ഈ നിൽക്കുന്നവളെ കണ്ടല്ലോ, സൂക്ഷിച്ചോണം. ഇവിടെ ചുറ്റുവട്ടത്ത് വല്ലവന്മാരും കണ്ണടിച്ചും ചൂളമടിച്ചും നടക്കുന്നത് ഞാൻ കണ്ടാൽ അന്ന് ഇവിടെ യുദ്ധമായിരിക്കും. നീ എന്താണ് ഉത്സവം കണ്ടോണ്ടിരിക്കുന്നത്? അല്ല, ഈ പെണ്ണിനെ ഇവിടെ നിർത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അതാലോചിച്ചു പോയതാ. കയറി കയറി നോയിക്കോണേ. അളിയോ അളിയാ, ഒരു ലിഫ്റ്റ്. ഉഷയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. ഒന്നുകിൽ എനിക്ക് അവളെ വിവാഹം കഴിച്ചറിയാം, ഇല്ലെങ്കിൽ സ്വത്തിന്റെ പകുതി. തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല. അമ്മായി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ ഭാവം മാറും. ഉഷയുടെ മനസ്സറിയാതെ ഞാനെന്ത് പറയാൻ? അവൾക്കിത് ഇഷ്ടമാണെന്നേ. കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ തന്നെ എന്താ അമ്മായി തീരുമാനിച്ചാൽ അവളെ നിൽക്കുവോ? നീ നല്ലവനായിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. നിന്റെ ഗുണം കൊണ്ടല്ലേ ചേട്ടൻ സ്വത്ത് മുഴുവനും എന്റെ പേർക്ക് എഴുതി വെച്ചത്? ചെറുപ്പമൊക്കെ ആകുമ്പോ അങ്ങനെ ചിലതൊക്കെ ഉണ്ടായെന്ന് വരും. എനിക്ക് അവളെ ഒന്ന് കല്യാണം കഴിച്ചു വന്നു നോക്ക്. ഞാൻ എങ്ങനെ ജീവിക്കുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒറ്റ പെൺപിള്ളേരുടെ മുഖത്തോട് നോക്കില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊന്ന് പറയാം. അടുത്ത ആഴ്ച വരും. അതിനുള്ളിൽ അമ്മ എന്തെങ്കിലും തീരുമാനിച്ചുറക്കണം. ഈശ്വര, പോയോ മോളെ? നമുക്ക് നാട്ടിലേക്ക് പോകാം. ചേട്ടൻ എന്ത് പറഞ്ഞു? പഴയ പല്ലവി തന്നെ. നിന്നെ അവന് പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. വേണ്ട വേണ്ട, എന്റെ ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കത്തില്ല. അവൻ അത്രയ്ക്ക് ചീത്തയാ. ഞാനത് ചെയ്താൽ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കും. മരിക്കാൻ നേരത്ത് അദ്ദേഹം അതാണ് പറഞ്ഞത്, നിന്നെ ആർക്ക് പിടിച്ചു കൊടുത്താലും അവന് കൊടുക്കരുതെന്ന്. ഏതായാലും നമുക്കുടനെ ഇവിടുന്ന് പോകാൻ നോക്കാം. ചലന്ത പെട്ടെന്നിങ്ങനെ തോന്നാൻ? ഇനിയും ഇങ്ങനെ വിട്ടാൽ പിടികിട്ടിയില്ലെന്ന് വരും. അതിനിപ്പോ എന്തുണ്ടായി? അവന്റെ പഠിത്തം കഴിയണ്ടേ? അവൻ പഠിക്കുന്ന എന്താണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ അഭ്യാസങ്ങളാണ്. എന്താണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അവനെ ഇന്ന് ഞാനൊരു പെണ്ണിന്റെ കൂടെ കണ്ടു. ഇത്രയേ ഉള്ളൂ?
അത് പോരായിരിക്കും. പഴയകാലമൊന്നും അല്ലല്ലോ. ആൺകുട്ടികളല്ലേ, കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും. അതിനിത്ര ക്ഷോഭിക്കാൻ എന്തുണ്ട്? വെറുതെയുള്ള അത്തരം ബന്ധങ്ങളാണ് പലരെയും വേദനയിൽ കൊണ്ടെന്നെത്തിക്കുന്നത്. ഇക്കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ നിശ്ചയിക്കുന്ന വിവാഹമേ നടക്കും. അവൻ എതിർത്തുനിന്ന് വരും. നീ അവൻ അനുകൂലമായി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. മോന്റെ കൂടെ കണ്ട ആ പെൺകുട്ടിയെ പറ്റി തന്നെ തിരക്കിയാലോ? നമുക്ക് ചേരുന്നതാണെങ്കിൽ അത് തന്നെ നടത്തിക്കൂടെ? അറിഞ്ഞിടത്തോളം അവൾ ഈ വീട്ടിൽ വരാൻ യോഗ്യതയുള്ളവളല്ല. എന്നാ വേറെ നോക്കാം. ഏതായാലും മോനോട് വഴക്കിനൊന്നും പോരുത്. എടോ പാച്ചുപിള്ളേ, നമ്മുടെ പ്രഭയ്ക്ക് നമ്മുടെ അന്തസ്സിന് ചേർന്ന ഒരു പെൺകുട്ടി ഉടനെ കണ്ടുപിടിക്കണം. ഓ, വയ്ക്കോ. വേണ്ടമ്മ, ഞാൻ കൊണ്ടുവരാം. അമ്മ, അമ്മ, ഇതൊരു 5 രൂപ കൂടുതലുണ്ടല്ലോ. അത് ഞാൻ അറിഞ്ഞു തന്നതാ. എങ്കിൽ ഞാൻ വരട്ടെ. ശരി. വല്ലപ്പോഴും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആ. ഓമനെ, ഓമനെ. ശരി, പോയിക്കോ. ഇത് കാറിൽ കിടന്ന് കിട്ടിയതാ. ആരാ മോളെ അത്? അയ്യോ, ഞാനിത് നോക്കാത്ത സ്ഥലമില്ല. മാല പോയാലും വേണ്ടിയല്ല, എനിക്ക് ആ ഫോട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. നിന്റെ കൊച്ചുനാളത്തെ ഒരേ ഒരു ഫോട്ടോയാണിത്. ഗോപിന്നല്ലേ പേര് പറഞ്ഞത്? ഇങ്ങനെ ഒരു സ്വർണ്ണമാല കിട്ടിയാൽ ഇക്കാലത്ത് ആരും കൊണ്ടൊന്നും കൊടുക്കാറില്ല. ബാ, കാപ്പി കുടിച്ചിട്ട് പോകാം. അയ്യോ, ഒന്നും വേണ്ട, ഞാൻ പിന്നൊരു ദിവസം വരാം. ചിന്നമ്മേ, എന്താടി? എന്താ? എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേടാ? വിടറായി. ഈ എസ്റ്റേറ്റിൽ ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും. എന്തും നടത്തുന്നതിന്റെ അനുഭവം ഇതാണ്. നീ സൂക്ഷിച്ചു, നിന്റെ ശവം ഞാൻ ഈ തോട്ടത്തിൽ വെട്ടിമൂടും. ചേടാ, ജോസഫിനോട് കളിച്ചിട്ടുള്ള ആരും കളി പഠിക്കാതെ പോയിട്ടില്ല. ആഹാ, അങ്ങനെയാണോ? എന്നാലേ ഞാൻ നിന്നെയും ചില കളിയൊക്കെ പഠിപ്പിച്ചേ ഇവിടുന്ന് പോകൂ. ശരി,
കണക്ക് നമുക്ക് പിന്നീട് തീർക്കാം. ഓ നമസ്കാരം. നിങ്ങൾക്കെന്താ പോലീസ് അധികാരമുണ്ടോ? മാനേജർ തെറ്റാണ് ചെയ്തെങ്കിൽ ഞാൻ നടപടിയെടുക്കും, അല്ലാതെ കൈയേറ്റം ചെയ്ത് ശരിയായില്ല. തല്ലേണ്ടതാണെന്ന് തോന്നി, അതുകൊണ്ട് തല്ലി. അപ്പോ നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നു അല്ലേ? ഇതൊരു കുറ്റവിചാരണയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സസ്പെൻഷൻ ഡിസ്മിസലായി മാറും. അത് ഞങ്ങൾ സമ്മതിക്കില്ല. പീറ്ററിനെ പിരിച്ചുവിടാൻ പാടില്ല. മാനേജറാണ് തെറ്റ് ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തില്ല സാർ. ആഹാ, നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എടാ, അച്ഛനമ്മയെ വിളിച്ചോണ്ടോ. വരട്ടെ. ബഹളം വച്ചിട്ട് കാര്യമില്ല. ഇതൊരു വലിയ സ്ഥാപനമാണ്. നിരവധി ജോലിക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാരണത്താൽ മാനേജറെ തള്ളണമെന്ന് തോന്നിയാൽ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടക്കും? ഇതിന് ചില അംഗീകൃത നടപടികളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതായാലും സസ്പെൻഷൻ പിൻവലിച്ച് പീറ്ററെ ജോലിയിൽ പ്രവേശിപ്പിക്കണം. എൻക്വയറി കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റും. അന്യായമായ ശിക്ഷ നടപടി ഉടൻ പിൻവലിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഇന്നു മുതൽ പണിമുടക്ക് ആരംഭിക്കും. ഏതായാലും നിയമപരമായ നടപടികൾ പൂർത്തിയാകുന്നവരെ പീറ്റർ സസ്പെൻഷനിലായിരിക്കും. ഈ മർക്കടപുഷ്ടി അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. നിർത്ത്. എനിക്ക് വേണ്ടി ആരും പണിമുടക്കുകയും വേണ്ട, സമരം ചെയ്യുകയും വേണ്ട. സാർ, നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ 1000 പേർ നോക്കിയൊക്കെ കൊല ചെയ്താലും തെളിവിന്റെ അഭാവത്തിൽ ശിക്ഷിക്കപ്പെടാത്ത സംഭവങ്ങളല്ലേ? എനിക്കറിയാം. ആ പെണ്ണിനെ നശിപ്പിച്ച് ഈ മനുഷ്യനെതിരായിട്ട് തെളിവ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇയാളെ തല്ലി. എന്റെ തല്ലുകൊണ്ട് ഈ മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പോകുന്നു. ഗുഡ് ബൈ. മിസ്റ്റർ ജോസഫ്, നിങ്ങൾ ചെറുപ്പമാണ്. ഇവിടെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ മാനേജർ ഇത്തരത്തിലുള്ള ഒരാളാകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. നിങ്ങളുടെ കീഴിൽ വളരെയധികം തൊഴിലാളികളുണ്ട്. നിങ്ങൾ അവർക്ക് എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. ഏതായാലും ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കരുത്. വല്ലതും ഉണ്ടായാൽ പിന്നെ നോ എക്സ്ക്യൂസ്. യു ക്യാൻ ഗോ.